ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന സന്ദേശത്തിന്റെ ടൈറ്റില് ക്രിസ്തുവെ കൊണ്ട് സ്വർഗസ്ഥ പിതാവെ ഒഴിവാക്കുന്നത് നിർത്തുക, അത് ദൈവികമല്ല പൈശാചികമാണ്. ഇനി അതിന്റെ സബ് ടൈറ്റിലായി നാം മനസ്സിലാക്കാൻ പോകുന്നത് യേശുവിനോട് പ്രാർത്ഥിക്കുന്നതാണോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണോ ശരി എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. അതിന്റെ കാരണം പുറകെ. So dear brothers, in this context, the title of today's message is you should not replace the Father through our Lord Jesus Christ. Doing so is satanic and not divine. You should not replace the Father through his son Jesus Christ, using his son Jesus Christ. And as a subtitle to that, today's message is it right to pray to the Father or to the Son, that is our Lord Jesus Christ? യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ പാപമില്ല, തെറ്റില്ല. യേശുവിനോട് പറയുമ്പോൾ യേശുവിന്റെ കപ്പാസിറ്റിയിലുള്ളതാണ് യേശു നമുക്ക് തരും. പറ്റത്തില്ല എങ്കിൽ പിതാവിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരും. അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയും, ഇത് എന്റെ അധികാരത്തിൽപ്പെട്ടതല്ല, ഇതെന്റെ പിതാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണെന്ന് പറയും. മനസ്സിലായോ? അതിൽ തെറ്റില്ല. പക്ഷെ ഇവിടുത്തെ പിശാചിന്റെ സൂത്രപ്പണി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പിതാവിനെ ഒഴിവാക്കുകയാണ്. അവിടെയാണ് പാപം കിടക്കുന്നത്. അതിൽ നാം വീണു പോകരുത്. അപ്പോ ഇതാ 2 Corinthians 13:1 പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. അപ്പൊ ഒരു വചനം കൊണ്ട് ഒരു കാര്യം ഉറപ്പാക്കരുത്. പ്രത്യേകിച്ച് മറ്റു വചനങ്ങൾ അതിനെ എതിർക്കുമ്പോൾ 2-3 പേരുടെ സാക്ഷി മൊഴിയാൽ പല വചനങ്ങൾ കൊണ്ടുവേണം നാം അതിനെ ഉറപ്പാക്കാൻ. അപ്പോ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അതിൽ തന്നെ ഇച്ചിരി വിവരമുള്ളവർക്ക് ഒരു അറിവ് കിട്ടും. എന്തിനാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നേ? യേശുവിനോട് പ്രാർത്ഥിച്ച പോരെ, എന്തിനാ നാമത്തിൽ പ്രാർത്ഥിക്കുന്നേ? അപ്പോ നിങ്ങൾ ഇനി മനസ്സിലാക്കുക, ഇതേ ഫ്രേസ് യേശു വേറെ സ്ഥലത്ത് ഉപയോഗിച്ചപ്പോ യേശു അവിടെ പറഞ്ഞതല്ല, എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോ ഈ വാക്യത്തിന്റെ കുറെ ക്ലാരിറ്റി നമുക്ക് അവിടെ കിട്ടും. 15:16 അവിടെ യേശു പറയാണ്, എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പൊ എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ആരോടാ? പിതാവിനോട്. എന്നോട് പറഞ്ഞെങ്കിൽ എന്റെ നാമത്തിൽ അപേക്ഷിക്കണ്ട, എന്നോട് അങ്ങ് അപേക്ഷിച്ചാൽ മതി. ഇത് എന്റെ നാമത്തിൽ പിതാവിനോട്. ആ വാക്യം ഒന്ന് വായിച്ചേ, യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോ മനസ്സിലായോ? ഇപ്പൊ ഒരു വചനം ഈ വചനത്തിനെതിരെ സ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ആരോട് അപേക്ഷിക്കണമെന്ന് യേശുവോട് പറയുന്നത്? പിതാവിനോട്. പക്ഷെ മറ്റേ വചനം എന്താ പറയുന്നത്? എന്റെ നാമത്തിൽ എന്നോട് തന്നെ അപേക്ഷിക്കണം. പിടുത്തം കിട്ടിയോ? അപ്പൊ ഒരു വചനത്തിനെതിരെ മറ്റൊരു വചനം നിൽക്കുക. കാര്യം പിടുത്തം കിട്ടിയോ? ഇനി ഇതേ വചനത്തിനെതിരെ ഇനി വീണ്ടും വചനങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ യേശുക്രിസ്തു ആരോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്? യേശുവിനോട് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? സ്വർഗസ്ഥ പിതാവോട് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? സ്വർഗസ്ഥ പിതാവിനോട് ഹല്ലേലൂയ. ശശി കേൾക്കുക, നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാക്കണമെങ്കിൽ വാവുണ്ടെന്ന് അനക്കണം, ചുണ്ടെന്ന് അനക്കണം. അപ്പൊ എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? മത്തായി 6:9 യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പേ. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവേ എന്നല്ല, സ്വർഗസ്ഥനായ പിതാവേ. പിടുത്തം കിട്ടിയോ? അപ്പൊ ഈ വചനത്തിന് നിൽക്കുന്ന രണ്ടാമത്തെ വചനം കണ്ടോ? ഈ വചനം പരസ്പരം എതിർക്കത്തില്ല. ഇനി ലൂക്കോസ് സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, നമുക്ക് വായിക്കാട്ടോ, വചനം വായിക്കാം. യേശുക്രിസ്തു പറയാണ്, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്. ആരോട് ചോദിക്കണ്ടേ? സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്ന നമുക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവ് നൽകും. ഇതാ ഈ വചനത്തിനെതിരെ ഇപ്പൊ തന്നെ 3 വചനങ്ങൾ സ്റ്റാൻഡ് ചെയ്തു. So dear brothers, just to repeat, it is fine to pray to Jesus, but what is happening over here is, and if we pray to Jesus, Jesus will answer our prayers by if we can give it himself, he will give it himself. Otherwise he will ask the Father and give it himself. Or if it is in the authority of the Father, Jesus will say that this is in the authority of the Father. So but the problem here is that they are using this verse to say that only praying to Jesus alone is enough, and they are using this verse to replace the Father from the equation by saying that we can simply pray to Jesus and get whatever we want, and we need not consider the Father at all. So
Anyway, coming back to this verse. So the first thing what we need to be aware is that, as Saint Paul says in 2 Corinthians, for every matter is settled by two or more witnesses. So there will be multiple witnesses for all things in the Bible. So coming to this verse, that is John chapter 14 verse 14. The first question that will be, if you ask me anything in my name, I will do it. So the first confusion that should arise in our mind is, why is Jesus asking us to ask him in his own name? What is the reason for asking him in his own name? Since we are asking Jesus himself, why should we ask Jesus himself in Jesus' own name again? So this is the first confusion that should rise up in our mind. Then we should look at other verses, and we will see that the other verses does not match with this verse, in the sense that the other verse will say that we should ask the Father in Jesus' name. So this is in John chapter 15 verse 16. Let me read the verse. You did not choose me, but I chose you and appointed you so that you would go and bear fruit, and that your fruit would remain. So that, please pay attention, so that whatever you ask the Father in my name, he may give it to you. So we have another. So in the first verse is a kind of weird verse where it says that we should ask Jesus in Jesus' own name. The second verse says that we should ask the Father in Jesus' name. Then again we see another verse in support of the second verse, that is in Matthew chapter 6 verse 9, where Jesus is teaching his disciples to pray, where he says that Matthew 6 verse 9 says that, pray then in this way, our Father who is in heaven. So Jesus is teaching his disciples to address the prayer not to himself but to his Father in heaven. So we have two verses which are standing against the first verse. And then again we see another verse in Luke chapter in the book of Luke, where Jesus says that if you who are evil can give to your children whatever they ask, how much more will God the Father give to those who ask him the Holy Spirit? Give the Holy Spirit to those who ask him. So we have like three verses which kind of seems to be contradicting the first verse. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കാനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ. അപ്പോ ഇത് വളരെ വ്യക്തതയോടെ നമ്മുടെ വചനത്തിൽ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുമ്പോൾ സ്വർഗീയ പിതാവിനെ റീപ്ലേസ് ചെയ്യുവാൻ ക്രിസ്തു ഉപയോഗിക്കുന്നത് എല്ലാവരോടും ഓർപ്പിക്കുകയാണ്. എല്ലാ ദൈവ മക്കളോടും ദൈവദാസന്മാരോടും ഓർപ്പിക്കുകയാണ്. ഇത് എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് സത്യവചനം കൊണ്ട് അവർക്ക് പരിജ്ഞാനം വരുത്തി കൊടുക്കും. യേശു ക്രിസ്തുവിനെ കൊണ്ട് പിതാവിനെ ഒഴിവാക്കുകയല്ല ക്രിസ്തീയ ശുശ്രൂഷ. യേശു ക്രിസ്തുവിലൂടെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നതാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോ യേശുവിനെ അനുഗമിച്ച് നാം ചെയ്യേണ്ടത്. അപ്പൊ ഈ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളത് അറിയിക്കുമ്പോൾ അനേകർ നിങ്ങളെ എതിർക്കും. വചനം പറയുന്നു, ക്രിസ്തയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ആത്മീയ യാത്ര ഇത് ലൈറ്റ് ആയിട്ട് എടുക്കാതെ, ഈ ഭൂമിയിലെ ജീവിതം ഒരു ടെസ്റ്റ് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കോണം. ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ അവനവ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകും. അത് തക്കവണ്ണം പ്രായപ്പാൽ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കേണ്ടി വരും. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ, അതായത് ലോ ഓഫ് ദ സ്പിരിറ്റിനാൽ നമ്മൾ ന്യായം വിധിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ജീവിതം കഴിക്കുക. ആരോടും അടിപിടി ഒന്നും ഉണ്ടാക്കാതെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിന്, സ്വർഗസ്ഥ പിതാവോടുകൂടിയുള്ള ജീവിതത്തിന് ക്രിസ്തുവിലൂടെ നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് ആ സ്വർഗീയ പിതാവ് ഒന്നാകുവാൻ, ഒരു കുടുംബമാകുവാൻ ക്രിസ്തുവെ അനുസരിച്ച് അനുഗമിച്ച് നമുക്ക് യാത്രയാകാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ പിന്നാലെ നമുക്ക് പ്രാർത്ഥിക്കാം. So dear brothers, to conclude, it is not a sin to pray to Lord Jesus, but the path that the Lord Jesus has recommended is that we should pray to the Father through Lord Jesus. And it is and remember, it is very evil to try to replace the Father through Lord Jesus, using Lord Jesus. We should be reaching the Father through Lord Jesus, and we should not try to replace the Father through Lord Jesus.
So, dear brothers, if anyone, as the Bible says, indeed all who desire to live godly in Christ Jesus will be persecuted by you, but evil men and impostors will proceed from bad to worse, receiving and being received. So, when people come and persecute you or try to oppose you, try to enlighten them using the word of God. Don't try to quarrel with them. Remember, our purpose is to follow the law of the Spirit, walk according to the law of the Spirit, and through Jesus, follow Jesus, and through Jesus reach the Father and become part of God's reach the Father and be members of God's family and become confirmed as members of God's family. So we should focus on that and try not to quarrel. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തിന്റെ ജീവനും സമാധാനവും ദൈവത്തിന്റെ കൃപയും എല്ലാം സമൃദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ ഇടയാകട്ടെ, നയിക്കപ്പെടുവാൻ ക്രിസ്തയേശുവിന്റെ ആത്മാവിനും നയിക്കപ്പെടുവാൻ ഇടയാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone listening to this audio-visual broadcast. May God's life, peace, and grace fill in your life, and may you be led by the Holy Spirit. പ്രിയ സഹോദരങ്ങളെ, എന്നും നിങ്ങൾ കേൾക്കുന്ന സന്ദേശത്തിന്റെ ഗോൾ, ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിക്കുവാനുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ പുറകിലുള്ള ഒരു ദൈവിക പ്രവൃത്തിയാണ് ഈ സന്ദേശത്തിലൂടെ നടക്കുന്നത്. അല്ലാതെ നിങ്ങളെ എന്നോട് ചേർക്കാനോ ഈ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും മതത്തോടോ ക്രിസ്തീയ ഡിനോമിനേഷനുകളോടോ ചേർക്കാന് അല്ല. ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിന്റെ ഉടമസ്ഥന്റെ സ്വന്തമായി തീരാനാണ് എന്ന കാര്യം ആരും മറക്കരുത്. ആ ലക്ഷ്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷ അനുഭവിക്കാൻ. Dear brothers, I just want to remind you all that the purpose of this ministry is to make you perfect in our Lord Jesus Christ and send you and have you reach your honor and your Father, that is Heavenly Father, that God the Father, and that is the purpose of this ministry. Please keep that in mind. The purpose of this ministry is not to have you guys join the pastor or join any denominations. ഇത് യഹൂദന്മാരോടും അപ്പോൾ തന്നെ ജാതീയ മെജോറിറ്റിയുള്ള സഭയായ എഫെസോസ് സഭയോടും ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് യഹൂദന്മാരോടാണ് യേശുക്രിസ്തു പറഞ്ഞതെങ്കിൽ എഫേസ്യ ലേഖനം 2:19 ജാതീയ മെജോറിറ്റിയായ എഫെസോസ് സഭയോട് പറയുകയാണ്, അങ്ങനെ ക്രിസ്തു മുഖാന്തരം ഏകാത്മാവിൽ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ യഹൂദനായാലും ശരി യവനനായാലും ശരി സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. രണ്ടുപേർക്കും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ക്രിസ്തുവിലൂടെ എത്തിച്ചേരുക എന്നതാണ് എന്ന് നിങ്ങൾ മറക്കരുത്. So dear brothers, our Lord Jesus himself has said this both to the Jews as well as to the Greeks, that the purpose of the ministry of the kingdom of God is to have us reach the Heavenly Father. To the Jews, in John 14 verse 7, Jesus says that I am the way and the truth and the life. No one comes to the Father but through me. So this Jesus was, when Jesus was telling it, he was telling his apostles who are the Jews, and
again in Ephesus chapter 2, verse 9, Jesus says that, "For by grace you have been saved through faith, and that not of yourself." Verse 19. 2 words 19. 1:9. Verse 19, Ephesians chapter 2, verse 19, it says that, "So then you are no longer strangers and aliens, but you are fellow citizens with the saints and are of God's household, having been built on the foundation of the apostles and prophets, Christ Jesus himself being the cornerstone." So here, If it's not there, read 18, word 18. Just read. If it's not in 19, just read word 18. "For through him we both have our access in one spirit to the Father." So here we can see that Jesus, this message is being sent both to the Jews as well as to the Gentiles, and the purpose of the message is to have us reach the Father. അതുകൊണ്ട് നിങ്ങളെ ആരും ചതിക്കരുത്. ക്രിസ്തു യേശുവിലൂടെ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഗോള്. ക്രിസ്തുവെ കൊണ്ട് സ്വർഗീയ പിതാവിനെ ഒഴിവാക്കുന്നതല്ല, അത് പൈശാചികമാണ്. ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ നാം എത്തിച്ചേരുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഗോള്. ആരും നിങ്ങളെ ചതിക്കരുത് എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. So, dear brothers, let me remind you that may no one deceive you. The goal of a Christian life is to reach the Father through our Lord Jesus Christ. It is the goal is not to use our Lord Jesus Christ to replace the Father or get rid of the Father. That is a satanic teaching. The goal is to reach the Father through our Lord Jesus Christ. Let me remind you, may no one deceive you about this. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന സന്ദേശത്തിന്റെ ടൈറ്റില് ക്രിസ്തുവെ കൊണ്ട് സ്വർഗസ്ഥ പിതാവെ ഒഴിവാക്കുന്നത് നിർത്തുക, അത് ദൈവികമല്ല, പൈശാചികമാണ്. ഇനി അതിന്റെ സബ് ടൈറ്റിലായിട്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത്, യേശുവിനോട് പ്രാർത്ഥിക്കുന്നതാണോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണോ ശരി എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. അതിന്റെ കാരണം പുറകെ അറിയിക്കാം. So, dear brothers, in this context, the title of today's message is you should not replace the Father through our Lord Jesus Christ. Doing so is satanic and not divine. You should not replace the Father through his Son Jesus Christ, using his Son Jesus Christ. And as a subtitle to that, today's message is it right to pray to the Father or to the Son, that is our Lord Jesus Christ? ഇത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ദൈവമക്കളുടെ സമൂഹത്തിൽ, ക്രിസ്തീയ സമൂഹത്തിൽ പിശാചും അവന്റെ ആളുകളും നുഴഞ്ഞു കയറിയിട്ട് മതഭേദങ്ങൾ, ചില വചനഭാഗങ്ങൾ അവിടുന്ന് ഇവിടുന്നും കോണ്ടെക്സ്റ്റിൽ നടത്തിയെടുക്കുകയും ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളെല്ലാം ഉപയോഗിച്ച് സ്വകീയ പിതാവിനെ ഒഴിവാക്കുകയാണ്. ഇത് ദൈവജനം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇതാ ഈ പാഠപുസ്തകത്തിൽ, സിയോൻ ഗീതാവലി എന്നറിയപ്പെടുന്ന ഈ പാഠപുസ്തകത്തിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ പാഠപുസ്തകങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചുള്ള പാട്ടുകൾ കുറഞ്ഞ് ഇല്ലാതാവുകയാണ്. അതൊരു പൈശാചിക പ്രവർത്തനമാണ്. നമ്മുടെ ഗോൾ സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുകയാണ്. അതിനെ ഡിമ്മാക്കി കാണിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ഇന്ന് അറിയാൻ പാടില്ലാത്ത ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാ ക്രിസ്തീയ സമൂഹവുമല്ല, എന്നാൽ പല ക്രിസ്തീയ സമൂഹങ്ങളും, അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹങ്ങളിൽ പലരും ഈ പിശാചിന്റെ കുരുക്കിൽ വീണ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ തെളിവാണ്, അതിനെ ആരെങ്കിലും ഒബ്ജക്ട് ചെയ്യുന്നെങ്കിൽ അവരോട് പറയുന്ന ഒരു തെളിവാണ്, ഏകദേശം 12,000 പാട്ടുകളുള്ള ഈ സിയോൻ ഗീതാവലിയിൽ ഇതാ ഞാൻ ഒരാളെ നിർത്തി എണ്ണിച്ചപ്പോ അദ്ദേഹം പിതാവിനെ കുറിച്ചുള്ള പാട്ടുകൾ 74 എണ്ണം എന്ന് പറയാനായിട്ടിടയായി. പോട്ടെ, ഒരു 100 എണ്ണം ആക്കിക്കോളൂ,
എങ്കിൽ പോലും 5% പോലും ഇല്ല. ഇതാ അത് കുറഞ്ഞു 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 വരികയാണ്. രണ്ടാമത്തെ മറ്റൊരു തെളിവ് വ്യക്തമായി വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ക്രിസ്തീയ സമൂഹത്തിൽ വിശുദ്ധ ബൈബിളിലെ ലേഖനങ്ങളിലെല്ലാം ഗ്രീറ്റിംഗ്സ് ആരംഭിക്കുന്നത് സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലാണ് ഗ്രീറ്റിംഗ്സ് ആരംഭിക്കുന്നത്. ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. എന്നാൽ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ സ്വർഗസ്ഥ പിതാവ് മാറിപ്പോയി. പകരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ഒതുങ്ങുകയാണ്. പിതാവ് പുറത്തുപോയി. ഈ ഒരവസ്ഥ പിശാചിനാൽ ഇന്ന് സഭയിൽ നല്ലൊരു പങ്ക് തോറ്റുപോയതിന്റെ കാരണമാണ്. എന്നാൽ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം സെക്കോറിയ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകരുത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഇന്ന് പലയിടങ്ങളിലും സാത്താനാൽ ദൈവമക്കൾ തോറ്റുകിടക്കുകയാണ്. എന്നാൽ അവൻ നമ്മളെ തോൽപ്പിക്കരുത്, നാം അവനെ തോൽപ്പിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം റോമ 16:20 പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. അതുകൊണ്ട് പിശാച് നമ്മളെ തോൽപ്പിക്കരുത്, നാം ദൈവത്താൽ പിശാചിനെ തോൽപ്പിക്കുവാൻ ഇടയാകണം. So, dear brothers, the context of this thing is that there is a satanic plan to divide the church into wherein the church was divided into many denominations, and in many denominations they are taking the verses out of context. They are using translation mistakes, and using these tricks they are using Jesus to replace the Heavenly Father. And this is a very satanic satanic thing that happens. And if you ask me where is the evidence for that, I will give you two evidence. One evidence is the hymn book that is typically used in our Malayalam churches, that is Sion Geethavali. So pastor had someone read through this entire hymn book to mark out all the hymns which praised God the Father. And out of the around 2000 hymns, that person returned and said that there are like 74 hymns which are about God the Father. And another evidence for that is that in all the epistles we see that the greetings at the beginning of the epistles is in the name of both God the Father and our Lord Jesus Christ. But in our typical churches today, almost all messages, everything starts with a greeting in the name of Lord Jesus Christ. They don't even mention the Father. So, dear brothers, we must be aware of the tricks of Satan, as it is written in 2 Corinthians chapter 2 verse 11. So that no advantage would be taken of us by Satan, for we are not ignorant of his schemes. And again in Romans chapter 14, Saint Paul says that the God of peace will crush Satan under our feet. So we must be aware of these plans, these satanic plans, and make sure that we are not deceived by it. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, ഒരു മനുഷ്യനോട് നമുക്ക് പോരാട്ടമില്ല. നമ്മുടെ പോരാട്ടം പിശാചിനോടും അവന്റെ സൈന്യത്തോടുമാണ്. അവൻ തന്ത്രങ്ങളിലൂടെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ തെളിവായിട്ട് നമുക്ക് റാൻഡംലി ഒരു ലേഖനം എടുത്ത് ഒന്ന് സ്റ്റാർട്ട് എങ്ങനെയാണെന്ന് ചിന്തിക്കാം. ആദ്യ കാലങ്ങളിൽ ഇന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം എന്ന് മാത്രമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലെ ഗ്രീറ്റിംഗ്സ് ആണ്. എന്നാൽ സ്വർഗസ്ഥ പിതാവിനെ എടുത്തു മാറ്റുന്നതിൽ പിശാച് ജയിച്ചിരിക്കുന്നു. ഇതാ ഫിലിപ്പിയ ലേഖനമൊക്കെ എങ്ങനെ തുടങ്ങുന്നു നോക്കാം. നിങ്ങൾ വീട്ടിലിരുന്ന് എല്ലാ ലേഖനവും നോക്കുക. ഓക്കെ, അവിടെ എഴുതിയിരിക്കുകയാണ് ഫിലിപ്പിയർ 1:1-2. ക്രിസ്തയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷന്മാർക്കും കൂടെ എഴുതുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും ആരാദ്യം വന്നു? പിതാവായ ദൈവം ആദ്യം വന്നു. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. എന്നാൽ ഇന്നത്തെ ശുശ്രൂഷയിൽ എങ്ങനെയായിരിക്കും? കർത്താവായ യേശുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. പിതാവായ ദൈവം പോയി. ഇത് പിശാച് മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് എടുത്ത് കളയുന്നതാണ്. നാം അതിനെ അനുവദിക്കരുത്. ക്രിസ്തുവെ കൊണ്ട് പിതാവിനെ എടുത്ത് കളയുകയല്ല, ക്രിസ്തുവിലൂടെ പിതാവുമായി നാം ഒന്നായി ചേരുകയാണ് ബൈബിളിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ അടർത്തി കളയരുത്.
So dear brothers, in order to show you an evidence of this claim, Pastor took an epistle randomly. He took Philippians chapter 1. The believers the listeners are free to take any epistles. They can take all the epistles one by one and check this, and this is true in all the epistles. For now, Pastor has taken Philippians chapter 1, and here it says, Paul and Timothy, bondservants of Christ Jesus, to all the saints in Christ Jesus who are in Philippi, including the overseers and deacons, grace to you and peace from God our Father and the Lord Jesus Christ. So you can see that the greetings is grace and peace from God our Father comes first, and then the Lord Jesus Christ. So if you look at in today's typical ministries, almost all the greetings will be almost exclusively in the name of our Lord Jesus Christ. So dear brothers, don't let them use Jesus Christ to replace the Father. That is not the correct way. The correct objective of the Christian life is to reach the Father through our Lord Jesus Christ, and we should always be aware of that. പ്രിയ സഹോദരങ്ങളെ, അതിന് പിശാച് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, മെത്തേഡ് എന്ന് പറയുന്നത്, 3-ാം നൂറ്റാണ്ടോടുകൂടെ 4-ാം നൂറ്റാണ്ടോടുകൂടെ ബൈബിളിലെ അവ്യക്തമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർഗസ്ഥ പിതാവോട് കൂടെ യേശു ക്രിസ്തുവിനെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നു. ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്വർഗസ്ഥ പിതാവോട് ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നു. അതിന് ബൈബിൾ അവരുപയോഗിച്ചൊരു സംവിധാനം ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവം എന്നൊരു ഫ്രേസ് ബൈബിളിൽ എവിടെയും ഇല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ബൈബിളിലെ സത്യമായ കാര്യമാണ്. എന്നാൽ ഇവര് മൂന്നും കൂടിയുള്ള ഒരു ത്രിയേക ദൈവം എന്ന പിതാവോ കർത്താവായ യേശുവോ അപ്പോസ്തലന്മാരോ ബൈബിളോ നമ്മളോട് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവ് എല്ലാം സൃഷ്ടിച്ചത്. യേശു ക്രിസ്തു മുഖാന്തരമാണ്, ദൈവപുത്രൻ മുഖാന്തരമാണ് സകലതും ഉണ്ടാക്കിയത്. എന്നാൽ ഈ യേശു ക്രിസ്തുവിന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യേശു ക്രിസ്തു ഒന്നിന്റെയും ഉടമസ്ഥനുമല്ല. അങ്ങനെ ഒന്നിന്റെയും ഉടമസ്ഥനുമല്ല, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്ത ക്രിസ്തുവിനെ നമ്മൾ കർത്താവ് രക്ഷിതാവുമായി സർവ്വപ്രപഞ്ചത്തിന്റെ രാജാവുമായി സ്വീകരിക്കാൻ ദൈവവചനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്തുവിനെ സ്വർഗസ്ഥ പിതാവോട് ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ സമത്വം ഉണ്ട് എന്ന് പറഞ്ഞ് ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്ന് ത്രിയേക ദൈവത്തെ ഉണ്ടാക്കി ഈ യേശു ക്രിസ്തുവിനെ പിതാവിന്റെ ഒപ്പത്തിനൊപ്പമാക്കിയതാണ് പിശാച് ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ അറിവില്ലായ്മ നിമിത്തം നമ്മുടെ കാരണവന്മാർ ഇതിനെല്ലാം സമന്വയിപ്പിക്കാൻ വേണ്ടി അവരുടെ ചിന്താതലങ്ങളെ പിശാച് തിരിച്ചു. രണ്ടാമത് പിശാച് ചെയ്ത തന്ത്രം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ പിതാവിന്റെ ഒപ്പം കൊണ്ടുവന്നല്ലോ, ഇനി പയ്യെ ആരും അറിയാതെ പിതാവിനെ അങ്ങ് ഒഴിവാക്കി യേശുവിനെ മാത്രമാക്കി. നിങ്ങൾക്ക് അറിയാമോ, യേശു ക്രിസ്തുവിന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിതാവാണ് ആ കുടുംബത്തിന്റെ ബലം. യേശു പറയുന്നു, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയുമോ? ഒരുവനുമില്ല. കാരണം ഞാനല്ല, നിങ്ങളെ എനിക്ക് തന്ന പിതാവ് എല്ലാവരിലും വലിയവൻ. അപ്പോ ബലവാനെ പിടിച്ച് കെട്ടിയാൽ ആ കുടുംബത്തെ തകർക്കാം എന്ന് യേശു ക്രിസ്തു പറഞ്ഞ ആ മെത്തേഡാണ് പിശാച് ഉപയോഗിക്കുന്നത്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ച് അറിയണം. യേശു ക്രിസ്തു നമുക്ക് വലിയവനാണ്. സർവപ്രപഞ്ചത്തിന്റെ രാജാവാണ്. സ്വർഗസ്ഥ പിതാവ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡർ ഓഫ് ദ യൂണിവേഴ്സ് ആണ്. ഇത് മനസ്സിലാക്കി നാം യേശുവിന് വേണ്ട ബഹുമാനം കൊടുക്കുക, യേശുവെ അനുസരിക്കുക, യേശുവെ അനുഗമിക്കുക. പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം വീഴരുത്. So dear brothers, one strategy that Satan adopted in order to accomplish this, that is in order to deviate people from reaching the Father through our Lord Jesus Christ, is the doctrine of Trinity or triune God that was introduced in the 3rd century. So at that point of time, Satan used many unclear verses that are taken out of context from the Bible, and many of our church fathers got corrupted trying to interpret and synchronize all these verses. So what happened was that Bible says that Jesus is our Lord and Savior, the King of the universe, and we should accept him as our Lord and Savior and King of the universe. But Bible also says that Jesus cannot do anything without the Father. He does everything that the Father shows me, as Jesus says. And the Bible also says that Jesus is the heir and not the owner of the universe.
So what happened in 3rd century was that by introducing this doctrine of triune God, which is nowhere in the Bible, Satan first elevated Jesus to be equal to God the Father. And the Bible asks us to acknowledge our Lord Jesus Christ as our Lord and Savior and the King of the universe, but Bible does not make him equal to the Father. So, but in the 3rd century, using the doctrine of Trinity, first Jesus was made equal to the Father, and then the next step that Satan adopted was to remove the Father itself from the equation and focus everything only on Jesus himself. Jesus alone. So you can see that Jesus himself had and mentioned a parable that in order to, about demon possession, Jesus had mentioned a parable that in order to capture a house, a person needs to first go and tie up the owner of the strong man of the house, the owner of the house, the strong man of the house, and only by doing that a person can capture a house. So what our Lord Jesus says that my Father is greater than all. No one can take you from my hand because the Father who has given you to me is greater than all. So what Satan did was he first removed the Father from the house, and use this tactic to try and capture the church. And remember, brothers, we should not fall for this. Our Lord Jesus Christ is our Lord and Savior. He is the King of the universe, but he's not equal to God the Father, and we should be aware of this. ഈ ഒരു കാര്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഈക്വൽ ടു ഫാദർ. ഫിലിപ്പിയർ 2-ാം അധ്യായം പറയുന്നത് പോലെ ദൈവത്തോട് സമത്വമുണ്ട്. ഏത് വിഷയത്തിലാണെന്നറിയാമോ? ദൈവത്തിന്റെ അതേ സാദൃശ്യവും അതേ സ്വരൂപവുമാണ് ദൈവപുത്രന്. എന്റെ മകന് എന്നോട് സമത്വമുണ്ട്. ഞാൻ മനുഷ്യനാണ്, എന്റെ മകനും മനുഷ്യനാണ്. സ്വർഗസ്ഥ പിതാവ് ദൈവമാണ്, സ്വർഗസ്ഥ പിതാവിന്റെ മകനും ദൈവമാണ്. പക്ഷെ ഞാനും മനുഷ്യനാണ്, എന്റെ മകനും മനുഷ്യനാണ്. അതിലേ ഞങ്ങൾ സമത്വമുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും വ്യത്യാസമാണ്. ഞാൻ ഓണറാണ്, എന്റെ മകൻ ഓണറല്ല, അവകാശിയാണ്. എന്റെ കളർ വ്യത്യാസമുണ്ട്, എന്റെ മകന്റെ കളർ വ്യത്യാസമുണ്ട്. എന്റെ ശക്തി വ്യത്യാസമുണ്ട്, എന്റെ മകന്റെ ശക്തി വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാ വിഷയത്തിലും ഞങ്ങൾ തമ്മിൽ വ്യത്യാസം ഉള്ളവരാണ്. ഇതേപോലെ സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും തമ്മിൽ തുല്യതയുണ്ട്. എന്തിൽ? ദൈവം എന്ന ആ സ്ഥാനത്ത്. സ്വർഗസ്ഥ പിതാവിന്റെ അതേ പ്രതിമയാണ്, അതേ ഇമേജ് ആണ് ക്രിസ്തു. എന്നാൽ സ്വർഗസ്ഥ പിതാവ് ഓണറാണ്, ക്രിസ്തു ഓണറല്ല, അവകാശിയാണ്. സ്വർഗസ്ഥ പിതാവ് സൊവീഡിയൻ ഗോഡാണ്, താൻ മാത്രം അമർത്യതയുള്ള ഏകാധിപതിയാണ്. ക്രിസ്തു അങ്ങനെയല്ല. സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ജീവിക്കുന്ന, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്ത, എല്ലാം പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന മകനാണ്. ധാരാളം ഡീറ്റെയിൽ ഇതിന്റെ ഉണ്ട്. എന്നാൽ നിങ്ങൾ കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. Dear brothers, as Philippians chapter 2 verse 9 says, Jesus is in a sense equal to the Father, but that is not absolute equality. Jesus is equal to the Father in the sense of pastor, both pastor and his sons are humans. So both the Father and Jesus are gods. Jesus is the image of the Father, as the Bible says. Jesus is the image of the Father, and so Jesus is equal to the Father in that sense, but he is not absolutely equal in the sense that the Father is the sovereign God. Jesus, although it was through him that everything was created, but Jesus received his life from the Father and can do everything only as the Father shows him. Cannot do anything on his own, but can only do as the Father shows him. But Father is the sovereign God, and Jesus is the second in command. So I'm just. Yeah, go ahead, Mane. Anything bad? Go ahead. The pastor just said this so that people don't confuse you using Philippians chapter 2. Hallelujah. See, children of God, പ്രിയമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞത്. പല ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് പിശാച് തൻ്റെ തന്ത്രങ്ങളെ
ആവിഷ്കരിച്ചെടുക്കുന്നത്. അപ്പോ കഴിഞ്ഞ 2 സന്ദേശങ്ങളിൽ നാം കേട്ടു, സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കാനായിട്ട് ബൈബിളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ വാക്യങ്ങൾ ചിത്രത്തിലൂടെ നിങ്ങൾ കേട്ടു, കണ്ടു, മനസ്സിലാക്കി. അത് കേൾക്കാത്തവർ അത് പോയി കേൾക്കണം. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കാനായിട്ട് ബൈബിളിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണോ ഒരാഴ്ച മുമ്പാണോ നമ്മളുടെ മെസ്സേജിന്റെ താഴെ ഒരു സ്നേഹിതൻ ധാരാളം പ്രാവശ്യം കമന്റുകൾ എഴുതിയിട്ടുണ്ട്. ആ കമന്റുകൾ നിങ്ങളിൽ പലരെയും കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ കമന്റ് ഇങ്ങനെയാണ്: യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇതാ സ്നേഹിതൻ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യമല്ല, അനേക പ്രാവശ്യം എഴുതിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിന്ത വരും, ഇതാണല്ലോ ബൈബിള് പറയുന്നത്. യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിച്ചാൽ മതി. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന്റെ പിതാവ് വേണ്ട, പുത്രൻ മാത്രം മതി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതായത് പിതാവിനെ ഒഴിവാക്കുകയാണ് പുത്രനെ കൊണ്ട്. അപ്പൊ നമുക്ക് സത്യതാൽപരരായ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ബൈബിൾ നാം മനസ്സിലാക്കണം, പഠിക്കണം എന്ന് നാം ചിന്തിക്കാൻ പോവുക. അപ്പൊ ഈ വചനം അങ്ങനെ തന്നെയാണോ എന്ന് സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് ഈ വചനം അങ്ങനെ തന്നെയാണോ എന്ന് അതിന്റെ മൂലഭാഷയിലേക്ക് നമുക്ക് പോയി പരിശോധിക്കാം. ഓക്കെ, ഇതുവഴി നിങ്ങൾക്ക്, അത് നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യാൻ പോവാം, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്. അപ്പൊ ഇതുവഴി നിങ്ങൾക്കൊരു പരിചയം ഉണ്ടാവും എങ്ങനെയാണ് വചനം പഠിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം നമ്മളോട് ഇങ്ങനെയല്ല പറയുന്നത്, ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കാം. അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചും വന്നു. അപ്പോ ഇവിടുത്തെ വിഷയം വചനം നോക്കിയപ്പോ അത് അങ്ങനെ തന്നെയാണ്. യേശു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ നിങ്ങളുടെയും മലയാള ബൈബിൾ അങ്ങനെ തന്നെ ആയിരിക്കും. ആ വചനം ഒന്ന് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. വചനം വായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഹന്നാൻ 14:14 വായിച്ചാൽ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. കേട്ടോ മോനെ, go ahead. So dear brothers, Pastor explained Philippians chapter 2 so that you won't be confused. Pastor is going back to the original topic now. So last couple of weeks, the topic that we had discussed was the verses in the Bible that are struck out or ignored by the mainstream churches in order to establish the doctrine of Trinity. Today we will be looking at another aspect where translation mistakes are used to establish the doctrine of Trinity. So a couple of weeks back, as comment of a video, a brother had written this, had quoted John chapter 14 verse 13 and 14, and that as that verse says, if you ask anything in my name, I will do it. So brother had quoted this, and the purpose of this quotation was some brother who had viewed not among us, but some brother who had viewed
the video. The purpose of the quotation was that that particular brother wanted to emphasize that you don't really need the Father in the equation. We just need Jesus. We just need to pray to Jesus, and He will answer us and give us what we want. So, in this context, pastor will first to those who are truth seekers, pastor will first explain how this is interpreted. He will using screen shares, and or he will show us the typical methodology of how we should go about finding this. And in this context, let's start by reading this verse. This is John chapter 14, verse 14. If you ask anything in my name, I will do it. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് യേശുക്രിസ്തു പറഞ്ഞ യോഹന്നാൻ 7:17 അത് മനസ്സിൽ വെക്കണം. അവിടെ യേശുക്രിസ്തു പറയുകയാണ്, അതായത് കള്ളനോട്ട് പിടിക്കാൻ വേണ്ടി നോട്ടെണ്ണുന്ന മെഷീനിൽ UV ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഇങ്ക് ഡിറ്റക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ ദൈവ ഇഷ്ടം എന്തെന്ന് സെറ്റ് ചെയ്യണം ആദ്യം. ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മളുടെ യാത്ര. കാരണം കർത്താവ് പറഞ്ഞു, ഫലം നിങ്ങൾക്ക് വൃക്ഷത്തെ തിരിച്ചറിയാം. അങ്ങനെ ദൈവ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇതിന് വിപരീതമായി വരുന്നതിനൊക്കെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ദൈവം മാനവരാശിയായ നമ്മളിൽ എന്തു ചെയ്യുന്നു, എന്താണ് ദൈവ ഇഷ്ടം എന്ന് നാം തിരിച്ചറിയണം. എന്താണ് ദൈവ ഇഷ്ടം? എബ്രായർ 2:10 പറയുന്നു, ദൈവം സകലത്തിലെല്ലാവർക്കും കാരണഭൂതനുമായ സ്വർഗസ്ഥ പിതാവ് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ആരിലൂടെ? ക്രിസ്തുയേശുവിലൂടെ. അങ്ങനെ ദൈവം തന്റെ കുടുംബത്തെ ഒരുക്കുകയാണ്, തന്റെ മക്കളെ ഒരുക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ. അല്ലാണ്ട് യേശു ക്രിസ്തുവിലൂടെ തന്നെ റീപ്ലേസ് ചെയ്യുകയല്ല, യേശു ക്രിസ്തുവിലൂടെ തന്റെ കുടുംബത്തെ ഒരുക്കുകയാണ് എന്ന ദൈവ ഇഷ്ടം നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുക. എങ്ങനെ? ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ. ഈ ദൈവ ഇഷ്ടം എന്നത് ആദ്യം നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ വേണം. തുടർന്ന് വേണം വചനം വായിക്കാൻ. യോഹന്നാൻ 7:17 വായിച്ചിട്ട് ട്രാൻസ്ലേഷൻ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് നാം ഇച്ഛിക്കുന്നത്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ അറിയാം. അങ്ങനെ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ എന്ന് തിരിച്ച് അറിയാം. So dear brothers, so as a first step of correctly exegeting a verse, correctly interpreting a verse, first step that we want is, as our Lord Jesus says in John chapter 7 verse 17, our Lord Jesus says, if anyone is willing to do his will, he will, that is speaking about the Father, do Father's will, he will know of the teaching whether it is of God or whether I speak from myself. So if you go to the bank and if you submit some notes over there, they use a machine to check whether there is a fake note among those notes, and that machine has UV rays, that machine has some magnetic system to detect magnetic ink and all those things. So in the same way, our Lord Jesus has mentioned this as a system that we should have in order to detect whether a teaching is from God or from somewhere else. And I will repeat that verse. If anyone is, this is John chapter 7 verse 17. If anyone is willing to do his will, he will know of the teaching whether it is of God or whether I speak from myself. So first we should know the overall plan of God, what is will of God the Father. And we see that in Hebrews chapter 2 verse 10, in bringing many sons and daughters to glory,
it was fitting that God, for whom and through whom everything exists, that is God the Father, should make the pioneer of their salvation, that is our Lord Jesus, perfect through what he suffered. So here God is bringing many sons to glory through his son Jesus Christ. രണ്ടാമത് നാം ഓർക്കേണ്ടത്, നാം തിരുവെഴുത്തുകളെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനല്ല, ഒരു ഡിനോമിനേഷൻ ഉണ്ടാക്കാനല്ല, വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ല. പകരം 2 തിമോത്തി 3:14 ഇങ്ങനെ പറയുന്നു, നാം ഈ ദൈവ ഇഷ്ടത്തിൽ എത്താൻ വേണ്ടിയാണ്, അതിനുവേണ്ടി രക്ഷയ്ക്ക് ജ്ഞാനിയാകാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അവിടെ 2 തിമോത്തി 3:14 ഇങ്ങനെ പറയുന്നു, പൗലോസ് തിമോത്തിയോട് പറയാണ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തയേശുവെങ്കിലുള്ള വിശ്വാസത്താൽ, എല്ലാം അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ്, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ. ഹലോ, കേട്ടോ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ. അപ്പൊ തിരുവെഴുത്തുകൾ എന്തിനാ? എനിക്ക് ഷൈൻ ചെയ്യാനല്ല, എനിക്ക് തർക്കിക്കാനല്ല. തിരുവെഴുത്തുകൾ എന്തിനാ? എന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാനാണ് തിരുവെഴുത്ത്. മനസ്സിലായോ? അപ്പൊ ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്നെ ജ്ഞാനിയാക്കണം. കാരണം ജ്ഞാനം കൊണ്ടാണ് ഭവനം പണിയുന്നത്. അപ്പോ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ ബാല്യം മുതൽ നീ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നത് നിലനിൽക്കാം. അപ്പോ ഈ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലകത്ത് വയ്ക്കണം. ഞാൻ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? എനിക്ക് ഈ ദൈവ ഇഷ്ടത്തിൽ എത്തിച്ചേരാനാണ് എന്നുള്ള ഉദ്ദേശം ഉണ്ടാണ്. അല്ലാണ്ട് എനിക്കൊരു ട്രിനിറ്റി ഡിനോമിനേഷൻ സ്ഥാപിക്കാനും എനിക്കൊരു മോഡേണിസം ഡിനോമിനേഷൻ സ്ഥാപിക്കാനും എനിക്ക് വേറെ എന്തെങ്കിലും സാമ്രാജ്യവും പണവും സമ്പാദിക്കാനല്ല എന്ന് മനസ്സിലാക്കുക. ആ ദൈവ ഇഷ്ടത്തിൽ ഞാൻ എത്തിച്ചേരണം. ക്രിസ്തുവിൽ ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി ദൈവഭവനത്തിൽ ഞാൻ എത്തിച്ചേരാനാണ് എന്ന് മനസ്സിലാക്കുക. So, dear brothers, as we discussed, first step is knowing the will of God. The second step that we need to do is whenever we are learning the word of God, we should have the attitude that we should not, the purpose of learning the word of God is not so that we can show off our knowledge to others. It is not so that we can build some denomination. And it is also not so that for us to earn money or even to fill our stomach. That is not the purpose for which we should learn the word of God. Instead, the purpose for which we should learn the word of God is so that it will give us the wisdom that leads to salvation through faith which is in Christ Jesus. So the verses for this is 2 Timothy chapter 3 verse 14 and 15, where Paul is advising Timothy, and you, however, continue in the things you have learned and become convinced of knowing from whom you have learned them, and that from childhood you have known the sacred writings which are able to give you the wisdom that leads to salvation through faith which is in Christ Jesus Christ. So here it says that Timothy knows the sacred writings. The reason he knows it is because it will give him the wisdom that leads to salvation through faith in Christ Jesus Christ. So we should always learn the Bible with this attitude. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു ഹെൽമെറ്റും കൂടി ധരിച്ചിരിക്കണം. മറ്റൊരു അറിവും കൂടി നമുക്ക് ഉണ്ടാകണം. അതിന്റെ തൊട്ട് മുകളില് 12-13 വചനം പറയുകയാണ്. അതായത് 2 തിമോത്തി 3:12-13 ഈ വചനത്തിന് തൊട്ട് മുകളിൽ പറയാണ്, നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അത് ഉപദ്രവം വരുമ്പോ അയ്യോ എനിക്ക് ഉപദ്രവം വരണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. ഈ ഒരു മനോഭാവം അവിടെ എഴുതിയിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും, അതായത് ദുഷ്ടന്റെ മക്കളുണ്ട്, ദുഷ്ടമനുഷ്യർ, കളകൾ, മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ എതിർത്തോണ്ടേയിരിക്കും. ദുഷ്ടന്റെ ആളുകൾ ഇങ്ങനെ എതിർത്തോണ്ടേയിരിക്കും. അപ്പോ അയ്യോ അവരെ എതിർക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കരുത്.
കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ആരാധന കഴിക്കുന്നു ചിന്തിക്കുന്ന നാഴിക വരുന്നു. ഞാനിത് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാനാണ്. അപ്പൊ ഈ ഒരു ഹെൽമെറ്റും കൂടെ ധരിച്ചോളണം, അല്ലെങ്കിൽ ഇടറിപ്പോകാനിടയാകും. So, dear brothers, while learning this, here it also speaks about another helmet or a precaution that every child of God should take before proceeding in this path. So here we see this in Second Timothy chapter 3 verse 12 and 13. Indeed, all who desire to live godly in Christ Jesus will be persecuted. But evil men and impostors will proceed from bad to worse, deceiving and being deceived. So, dear brothers, when we proceed in the right path, we should have the attitude that we should be expecting persecution, that that there will be people who will become from bad to worse, being deceived and trying to deceive us. So, dear brothers, the helmet that we should wear is that when this persecution happens, we should not cry out and say, "Oh, we are being persecuted." Instead, the helmet is even before starting, we should have this attitude that we should expect this kind of behavior. ശ്രദ്ധിക്കുക, ഇനി നമ്മള് ബൈബിൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഇതാ സ്വർഗത്തിൽ എന്നിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള 3ാമത്തെ പുസ്തകമാണ് എന്റെ കയ്യിലിരിക്കുന്നത്, ഫാദേഴ്സ് ബിസിനസ്. കണ്ടോ? ഈ പുസ്തകത്തിന്റെ 19ാമത്തെ പേജിൽ ഇത് കൊടുത്തിട്ടുണ്ട്. 19ാമത്തെ പേജിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പൊ ഇതില് ഒരു 5 നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. ഈ നിബന്ധനകളാണ് തുടർന്ന് നാം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഫാദേഴ്സ് ബിസിനസ് പാസ്റ്റർ ബാബു ചെറിയാൻ ഫോർവേഡ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. നിങ്ങൾക്ക് ഇത് എറണാകുളം ധ്യാന കേന്ദ്രത്തിൽ ഇത് കിട്ടും. താല്പര്യമുള്ളവർ അതുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ധൂർത്തപുത്രന്റെ കഥയിലൂടെ വളരെ സിമ്പിളായിട്ട് ചിത്രങ്ങളിലൂടെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുമായുള്ള ബന്ധത്തിന് വായിക്കുമ്പോൾ, അതായത് തിരുവചനം വായിക്കുമ്പോഴാകട്ടെ ഈ പുസ്തകം വായിക്കുമ്പോഴാകട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1ാമത്തെ പോയിന്റ്, ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായ വായനക്കാരാകും. അപ്പോസ്തലപ്രവൃത്തി 17:11 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. വചനം വായിക്കണം കേട്ടോ. അവർ തെസ്സലോനിക്കക്കാരേക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകൾ, വചനം നോക്കി, ബൈബിൾ നോക്കി അവർ ഉറപ്പിച്ചിരുന്നു. വായിച്ചേ. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. So, dear brothers, so a detailed explanation of the manner in which we should go about this is given in the 3rd book that pastor has released. The name of the book is Father's Business, and in page 19, if I believe in page 19 it is written the various conditions that a person should follow in order to correctly interpret the verse. And the first condition is that we should be like the church in Beroa. So about the church in Beroa, it is written in Acts 17 verse 11. Now these were more noble-minded than those in Thessalonica, for they received the word with great eagerness, examining the scriptures daily to see whether these things were so. So we should be like the church in Beroa. We should examine the scriptures daily. We should study the scriptures and examine the scriptures daily to see whether the teaching we receive is correct. അപ്പോ നമുക്ക് ഈ യോഹന്നാൻ 14:14 നമുക്ക് ഈ വ്യവസ്ഥയിലൂടെ കടന്നു പോകാം. തിരുവചനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ യോഹന്നാൻ 14:14 ഇങ്ങനെയാണ് പറയുന്നത്. യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കണമെന്നൊക്കെയും ഞാൻ ചെയ്തു തരും. ഓക്കെ, അപ്പൊ ഈ വചനം നോക്കുമ്പോൾ ഈ തെസ്സലോനിക്കക്കാർ ബെരോവയിലുള്ളവർ ചെയ്തതുപോലെ നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചാൽ സംഭവം ശരിയാണ്. മനസ്സിലായോ? തിരുവെഴുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആരോട് ചോദിക്കാൻ? നമുക്ക് യേശുവിനോട് ചോദിച്ചാൽ മതി. അപ്പോ ഈ കാര്യം
നമുക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കണമെന്ന് ചിലർക്ക് തോന്നും. കാരണം ചിലര് പലയിടത്തും കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോടല്ലേ ചോദിക്കേണ്ടേ എന്ന് ചില ചിന്തകൾ ആളുകൾക്ക് വരും. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ യേശുവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും യേശു ചെയ്തു തരും. അപ്പോ വചനം നോക്കിയപ്പോ സത്യമാണ് താനും. അപ്പോ നമ്മള് അത് അങ്ങനെ അവിടെ സത്യമാണെന്നുള്ള രീതിയിൽ മനസ്സിൽ കൊണ്ടുവന്നു. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ രണ്ടാം വാക്യത്തിൽ കണ്ടീഷൻ നമ്പർ 2 അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അതായത് ദൈവവചനമാണ് സത്യം. ഇതാണ് റോമ 3:4 പറയുന്നത്. ദൈവത്തിന്റെ വചനമാണ് സത്യം. വായിച്ച റോമ 3:4. നിന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരും. So, dear brothers, let us try applying this to the verse that we are considering right now. That is John chapter 14, verse 14. So, when someone says that Jesus says you should pray to me and I will give you. So, if many people who have this knowledge, the first instinct there is, aren't we supposed to pray to the Father in Jesus' name to receive things? So they first go and we are supposed to first go to John chapter 14 and verse 14 to check whether this verse that they claimed is there. And when we check it, we see that if you ask me anything in my name, I will do it. So our first thing, okay, as like we do in Berova, this verse is there, as that brother has claimed. So the next step that we should do is that we should always know that the word God is true, though every man be found a liar. So that is, the word of God is always true. So this is in Romans chapter 3 verse 4. May it never be, rather let God be found true, though every man be found a liar, as it is written, that you may be justified in your words and prevail when you are judged. അപ്പോ ഇവിടെ പറയുന്നത് ദൈവസത്യമാണ്, ദൈവവചനത്തിൽ യാതൊരു കളങ്കവും ഇല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം ട്രാൻസ്ലേഷനാ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാ? മനുഷ്യരാ. അപ്പൊ മനുഷ്യർക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം. ഇവിടുത്തെ കിട്ടിയോ? ദൈവവചനത്തിന് തെറ്റുപറ്റത്തില്ല. അപ്പോ അത് എങ്ങനെ അറിയാൻ പറ്റും? അതിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ അവിടെ എഴുതിയിരിക്കുകയാണ്, ബൈബിളിലെ മറ്റു വചനങ്ങളോട് എതിർക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വചനം കൊണ്ട് മാത്രം ഒരു കാര്യവും സ്ഥിരീകരിക്കരുത്. ശ്രദ്ധിക്കുക, ബൈബിളിലെ മറ്റു വചനങ്ങളോട് എതിർക്കുന്ന, ഗുസ്തി പിടിക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വചനം കൊണ്ട് മാത്രം ഒരു കാര്യം സ്ഥിരീകരിക്കരുത്. ബൈബിളിലെ വചനങ്ങൾ പരസ്പരം എതിർക്കത്തില്ല. ബൈബിളിലെ വചനങ്ങൾ പരസ്പരം കൈകോർക്കുകയേ ഉള്ളൂ. ഇത് തിരിച്ചറിയണം. ഏശയ്യാ 34:16 പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിൽ ഒരു വചനം മറ്റേ വചനത്തെ എതിർക്കൂന്നല്ല, അതിൽ ഒരു വചനത്തിന്റെ എണ നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റും. കാരണം യഹോവയുടെ വായാണ്, ദൈവത്തിന്റെ ആത്മാവാണ് ഇതിനെല്ലാം കൂട്ടിച്ചേർത്തത്. അപ്പോ ഇതിന്റെ എണവാക്യങ്ങളെ കാണുകയുള്ളൂ. ഇതിനെ എതിർക്കുന്നത് കണ്ടാൽ നമ്മൾ എടുക്കരുത്. ഒരു നിമിഷം അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനെ പരിശോധിക്കണം, അത് അങ്ങനെ തന്നെയോ എന്ന്. അപ്പോ ഇത് അങ്ങനെ തന്നെയോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോ ഈ മൂന്നാമത്തെ നിബന്ധനയിൽ വരുമ്പോ ഇത് കുരുങ്ങും. മൂന്നാമത്തെ നിബന്ധനയിൽ വരുമ്പോ ഈ സംഭവം കുരുങ്ങും. കാരണം യേശു ക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പാപമൊന്നുമില്ല. നമുക്ക് യേശുവിനോട് ചോദിക്കാം. പക്ഷെ ഈ വചനം അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെ?
മറ്റു പല വചനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അവയെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. ബാക്കിയുള്ളവിടത്ത് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ. ഇവിടുന്ന് കിട്ടിയോ? അതിന്റെ അർത്ഥം യേശുവിനോട് അപേക്ഷിക്കുന്നത് പാപമാണെന്നല്ല, മനസ്സിലാക്കുക. യേശുവിനോട് അപേക്ഷിച്ചാലും യേശുക്രിസ്തുവിന്റെ സ്വന്തം കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ യേശു തരും. അല്ലെങ്കിൽ പിതാവിനോട് പോയി ചോദിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അവിടെ നിന്ന് മേടിച്ച് പരിശുദ്ധാത്മാവിനെ തന്നതുപോലെ കൊണ്ടുതരും. അതിന് പാപമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ വചനങ്ങളെ ഉപയോഗിച്ച് പിതാവിനെ ഒഴിവാക്കാൻ നോക്കുന്നതാണ് പാപം, മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പോ ഇത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എതിർക്കുന്ന വചനങ്ങളൊന്ന് വായിക്കാം. So, dear brothers, just to recap, the verse that we are considering is John chapter 14, verse 14, where a brother had commented that we can pray to Jesus and he will do us everything. So, typically our first instinct was that from what we learned, we should pray to Father in Jesus' name to receive things. But as from the first criteria, that is, we should check the verse, like the brothers in Bereva, we checked that verses and we saw that the verse was indeed there. That is John chapter 14, verse 14. If we shall ask anything in my name, I will do it. The second criteria was what Pastor explained, was that always be sure that the word of God is always true, even if every man is found a liar. But there is a sub-condition to this criteria, was that what we have in our Bible, what we get in our Bible is not the actual word of, not the original word of God, it is the translation of the word of God. And we should always be, and the people who translate it are humans, and we should always be aware that even though the word of God is always true, there can be errors in translation. Now, the third criteria whenever we interpret a verse is that we should always be take care that when a particular interpretation of a verse should not clash with the rest of with the other verses in the Bible. And according to the Bible, when we see a verse, it will not only not clash, instead there will actually be a supporting verse somewhere else in the Bible. This is in Isaiah chapter 34, verse 13. It says, seek from the book of the Lord and read. No one of these will be missing. No, none will lack its mate. So you can see that there will be for every verse there will be a mate in the Bible. Usually there will be a mate in the Bible. But if you are interpreting it wrong, what will happen is that your interpretation will clash with the other verses in the Bible. And as we know from the beginning, there are verses in the Bible that whatever you ask the Father in my name, he will give you. So that verse is actually there in the Bible, and we see that verse is clashing with this verse. Remember, dear brothers, praying to Jesus is not a sin. We can pray to Jesus, and Jesus may give it himself, or may go to the Father and give us what we ask for. But what the typical way, what the Bible asks is we should pray to the Father in our Lord Jesus' name. And the most erroneous part is, don't use this verse to overturn the typical way, to replace, use Jesus. You don't use this verse as a means to replace the Father, use it with Jesus Christ. അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ പാപമില്ല, തെറ്റില്ല. യേശുവിനോട് പറയുമ്പോൾ യേശുവിന്റെ കപ്പാസിറ്റിയിലുള്ളതാണെങ്കിൽ യേശു നമുക്ക് തരും. പറ്റത്തില്ല എങ്കിൽ പിതാവിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരും. അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയും, ഇത് എന്റെ അധികാരത്തിൽപ്പെട്ടതല്ല, ഇതെന്റെ പിതാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണെന്ന് പറയും. മനസ്സിലായോ? അതിൽ തെറ്റില്ല. പക്ഷെ ഇവിടുത്തെ പിശാചിന്റെ സൂത്രപ്പണി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പിതാവിനെ ഒഴിവാക്കുകയാണ്. അവിടെയാണ് പാപം കിടക്കുന്നത്. അതിൽ നാം വീണു പോകരുത്. അപ്പോ ഇതാ 2 Corinthians 13:1 പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. അപ്പൊ ഒരു വചനം കൊണ്ട് ഒരു കാര്യം ഉറപ്പാക്കരുത്. പ്രത്യേകിച്ച് മറ്റു വചനങ്ങൾ അതിനെ എതിർക്കുമ്പോൾ 2-3 പേരുടെ സാക്ഷ്യം ഒഴിയാൽ പല വചനങ്ങൾ കൊണ്ടുവേണം നാം അതിനെ ഉറപ്പാക്കാൻ. അപ്പോ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അതിൽ തന്നെ ഇച്ചിരി വിവരമുള്ളവർക്ക് ഒരു അറിവ് കിട്ടും. എന്തിനാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നേ? യേശുവിനോട് പ്രാർത്ഥിച്ച പോരെ, എന്തിനാ നാമത്തിൽ പ്രാർത്ഥിക്കുന്നേ? അപ്പോ
നിങ്ങൾ ഇനി മനസ്സിലാക്കുക, ഇതേ ഫ്രേസ് യേശു വേറെ സ്ഥലത്ത് ഉപയോഗിച്ചപ്പോ യേശു അവിടെ പറഞ്ഞതല്ല, എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോ ഈ വാക്യത്തിന്റെ കുറെ ക്ലാരിറ്റി നമുക്ക് അവിടെ കിട്ടും. 15-16 അവിടെ യേശു പറയാണ്, എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പൊ എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ആരോടാ? പിതാവിനോട്. എന്നോട് പറഞ്ഞെങ്കിൽ എന്റെ നാമത്തിൽ അപേക്ഷിക്കണ്ട, എന്നോട് അപേക്ഷിച്ചാൽ മതി. ഇത് എന്റെ നാമത്തിൽ പിതാവിനോട്. ആ വാക്യം ഒന്ന് വായിച്ചേ, യോഹന്നാൻ 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോ മനസ്സിലായോ? ഇപ്പൊ ഒരു വചനം ഈ വചനത്തിനെതിരെ സ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ആരോട് അപേക്ഷിക്കണമെന്ന് യേശുവിടെ പറയുന്നത്? പിതാവിനോട്. പക്ഷെ മറ്റേ വചനം എന്താ പറയുന്നത്? എന്റെ നാമത്തിൽ എന്നോട് തന്നെ അപേക്ഷിക്കണം. പിടുത്തം കിട്ടിയോ? അപ്പൊ ഒരു വചനത്തിനെതിരെ മറ്റൊരു വചനം നിൽക്കുകയാണ്. കാര്യം പിടുത്തം കിട്ടിയോ? ഇനി ഇതേ വചനത്തിനെതിരെ ഇനി വീണ്ടും വചനങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ യേശുക്രിസ്തു ആരോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേ? യേശുവിനോട് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞേ? സ്വർഗസ്ഥ പിതാവോട് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞേ? സ്വർഗസ്ഥ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ശശി കേൾക്കുക, നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാക്കണമെങ്കിൽ വാവുണ്ടെന്ന് അനക്കണം, ചുണ്ടെന്ന് അനക്കണം. അപ്പൊ എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. മനസ്സിലായോ? മത്തായി 6:9 യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പേൻ. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവേ എന്നല്ല, സ്വർഗസ്ഥനായ പിതാവേ. പിടുത്തം കിട്ടിയോ? അപ്പൊ ഈ വചനത്തിന് എതിര് നിൽക്കുന്ന രണ്ടാമത്തെ വചനം കണ്ടോ? ദൈവവചനം പരസ്പരം എതിർക്കത്തില്ല. ഇനി ലൂക്കോസ് സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, നമുക്കൊക്കെ വായിക്കാം കേട്ടോ, വചനം വായിക്കാം. യേശുക്രിസ്തു പറയാണ്, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്, ആരോടെ ചോദിക്കണ്ടേ? സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്ന നമുക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവ് നൽകും. ഇതാ ഈ വചനത്തിനെതിരെ ഇപ്പൊ തന്നെ 3 വചനങ്ങൾ സ്റ്റാൻഡ് ചെയ്തു. ഇനി കൂടി ഞാൻ പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് അടുത്തത്. Go ahead. So dear brothers, just to repeat, it is fine to pray to Jesus, but what is happening over here is, and if we pray to Jesus, Jesus will answer our prayers by if he can give it himself, he will give it himself. Otherwise he will ask the Father and give it himself. Or if it is in the authority of the Father, Jesus will say that this is in the authority of the Father. So, but the problem here is that they are using this verse to say that only praying to Jesus alone is enough, and they are using this verse to replace the Father from the equation by saying that we can simply pray to Jesus and get whatever we want, and we need not consider the Father at all. So anyway, coming back to this verse, so the first thing what we need to be aware is that, as Saint Paul says in 2 Corinthians, for every matter is settled by two or more witnesses. So there will be multiple witnesses for all things in the Bible. So coming to this verse, that is John chapter 14 verse 14. The first question that will be, if you ask me anything in my name, I will do it. So the first confusion that should arise in our mind is, why is Jesus asking us to ask him in his own name? What is the reason for asking him in his own name? Since we are asking Jesus himself, why should we ask Jesus himself in Jesus' own name again? So this is the first confusion that should rise up in our mind. Then we should look at other verses, and we will see that the other verses
does not match with this verse, in the sense that the other verse would say that we should ask the Father in Jesus' name. So this is in John chapter 15, verse 16. Let me read the verse. You did not choose me, but I chose you and appointed you so that you would go and bear fruit, and that your fruit would remain. So that, please pay attention, so that whatever you ask the Father in my name, he may give it to you. So we have another, the first verse is a kind of weird verse where it says that we should ask Jesus in Jesus' own name. The second verse says that we should ask the Father in Jesus' name. Then again, we see another verse in support of the second verse, that is in Matthew chapter 6, verse 9, where Jesus is teaching his disciples to pray, where he says that Matthew 6, verse 9 says that, pray then in this way, our Father who is in heaven. So Jesus is teaching his disciples to address the prayer not to himself, but to his Father in heaven. So we have two verses which are standing against the first verse. And then again, we see another verse in in the book of Luke, where Jesus says that if you who are evil can give to your children whatever they ask, how much more will God the Father give to those who ask him the Holy Spirit? Give the Holy Spirit to those who ask him. So we have like three verses which kind of seems to be contradicting the first verse. ഹല്ലേലൂയ. അപ്പോ പ്രിയ കുഞ്ഞുങ്ങളെ, ആ വേർഡുകൾ ബൈബിളിൽ നിന്ന് വായിക്കാം. ലൂക്ക് 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, മാർക്ക് ദ വേർഡ്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. മത്തായി 6:9 അവിടെ പറയാണ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോ ഈ വചനത്തിനെതിരെ സ്റ്റാൻഡ് ചെയ്യുന്ന ഇതാ മറ്റൊരു വേർഡ്. അപ്പോൾ തന്നെ യോഹന്നാൻ 16:15 ഇതാ നമ്മൾ കേട്ടു, യേശു പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് ഒക്കെയും. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ 3 വചനം ഒരു വചനത്തിനെതിരെ സ്റ്റാൻഡ് ചെയ്യുക. ഇത് ആ മൂന്നാമത്തെ നിബന്ധനയിൽ പറ്റുന്നുണ്ടോ? മൂന്നാമത്തെ നിബന്ധന പ്രകാരം നമ്മൾ മനസ്സിലാക്കിയത്, ബൈബിളിലെ മറ്റു വചനങ്ങളോട് എതിർക്കുന്ന, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വചനം കൊണ്ട് മാത്രം ഒരു കാര്യവും സ്ഥിരീകരിക്കരുത്. കാരണം ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, 2 or 3 പേരുടെ സാക്ഷ്യമൊഴിയാലേ ഒരു കാര്യം ഉറപ്പിക്കുവാൻ പാടുള്ളൂ. പിടുത്തം കിട്ടിയോ? ഇനി ഇതിന്റെ അടുത്ത അഡീഷണൽ വചനത്തിലേക്കും കൂടെ നമുക്ക് കടന്നു പോകാം ട്രാൻസ്ലേഷന് ശേഷം. So dear brothers, let me quote that verse. This is Luke chapter 11, verse 13, where our Lord Jesus says, if you then being evil know how to give good gifts to your children, how much more will your heavenly Father give the Holy Spirit to those who ask him? So and again the verse for the Lord's Prayer is Matthew 6, verse 9, where it says, pray, this Jesus teaching his disciples, pray then in this way, our Father who is in heaven. That is, the prayer is addressed to the Father. And again in John chapter 15 it says, so that whatever you ask the Father in my name, he may give it to you. So we have like 3 verses which seems to be contradicting the first verse, that is John chapter 14, verse 14. So dear brothers, please consider the third criteria that we discussed. That is, whenever we have a verse which seemingly stands alone and contradicts with other verses in the Bible, we should be careful to make a doctrine based on that verse alone. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ധാരാളം വാക്യങ്ങൾ കാണാം. കാരണം യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് മരണമൊഴിയായി മാറ്റപ്പെട്ടു പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം ശിഷ്യന്മാരോട്, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകും, ഇനി ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്കോ എന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. 16:23 സാഹചര്യം മനസ്സിലാക്കുക. യേശുക്രിസ്തു പോവാണ്, അത് ഇന്ന് എന്നൊരു പീരീഡാണ്. എന്നിട്ട് യേശു പറയാണ്, ഞാൻ പോകും, വീണ്ടും ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും.
അപ്പോ ആ മടങ്ങി വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശരീരത്തിന്റെ വെളിയിലാണ്, എന്നാൽ ഞാൻ നിങ്ങൾ പോവുകയാണ് ഇവിടുന്ന്, ലോകത്തുനിന്ന് പോയിട്ട് തിരിച്ചു വരിക എന്നേക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. പക്ഷെ അത് നിങ്ങളുടെ ശരീരത്തിന്റെ പുറത്തല്ല ഞാൻ ഇരിക്കാൻ പോണേ, നിങ്ങളുടെ ഉള്ളിലായിരിക്കും ഇരിക്കാൻ പോണേ. എന്നിട്ട് പറയാണ്, അന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്ത് തിരിച്ചറിയുന്ന അറിയാമോ? അന്ന് നിങ്ങൾ തിരിച്ചറിയും ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്, നിങ്ങൾ എന്നിലുമാണെന്ന് അന്ന് നിങ്ങൾ തിരിച്ചറിയും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ഓക്കെ? പക്ഷേ നിങ്ങൾ ചോദിക്കണോ മുഴുവൻ പിതാവിനോടായിരിക്കും, പിന്നെ ചോദിക്കുന്നത് എന്റെ നാമത്തിലായിരിക്കും. പിടുത്തം കിട്ടിയോ? അപ്പോ ഈ ഒരു വചനത്തിനെതിരെ അനേക വചനങ്ങൾ എതിർക്കുകയാണ്. അപ്പോ നമുക്ക് ആ വചനം ഒന്ന് ചിന്തിക്കുക. യോഹന്നാൻ 16:23 യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയണ, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അപ്പോ ഇത് അറിയണതിന് മുമ്പ് യേശുവിനോട് ചോദിച്ചത് കൊണ്ട് ഒരു തെറ്റുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതല്ല, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ശ്രദ്ധിച്ച് കേൾക്കുക. വീണ്ടും എതിർക്കുന്ന വചനം. നിങ്ങൾ അന്ന് എന്നോടൊന്നും ചോദിക്കത്തില്ല. ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. So, dear brothers, if you look at John chapter 6, we read John chapter 15. If you look at John chapter 16, we will see many verses which contradicts the original verse in John chapter 14. And the context of this is Jesus is going to die, and Jesus is saying that a day will come when you will realize that I am in you, you are in me, and I am in the Father. And in that day, Jesus says that in that day you will not ask me anything, instead you will ask the Father and in my name, and he will give it to you. So we can see this is John chapter 16 verse 23. Let me read that verse. And in that day you shall ask me nothing. Verily, verily, I say unto you, whoever ye shall ask the Father in my name, he will give it to you. So dear brothers, you can see this is another verse which contradicts the original verse in John chapter 14 verse 13, where here it says that you won't ask Jesus, instead we will ask the Father in Jesus' name, and the Father will give it to us. ഇനി കോൺട്രഡിക്ട് ചെയ്യുന്ന മറ്റൊരു വേർഡ്, അതിന്റെ താഴേക്ക് മുഴുവൻ നിങ്ങൾ വീട്ടിൽ വായിക്കുക. അതിന്റെ 16:26 യേശു പറയാണ്, ഇവിടെ നോക്കുക, അന്ന് ഇന്ന് എന്ന രണ്ട് ഫ്രേസാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ഇതാ അന്ന് യേശുക്രിസ്തു പറയണ, അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലാക്കുക, ഞാനല്ല പിതാവിനോട് അപേക്ഷിക്കാൻ പോണേ, നിങ്ങൾ നേരിട്ട് പിതാവിനോട് അപേക്ഷിക്കും എന്റെ നാമത്തിൽ. നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. പക്ഷേ അങ്ങനെ ഒരു വിഷയം അന്നില്ല. അന്ന് നിങ്ങൾ നേരിട്ട് പിതാവിനോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ചോദിക്കുമെന്ന് പറയുന്നില്ല. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു വചനത്തെ എതിർക്കുന്ന 5 വചനങ്ങൾ പിടുത്തം കിട്ടിയോ? ഇനിയും ബൈബിളിൽ ധാരാളം വചനങ്ങൾ കാണും. അപ്പോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നറിയാമോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ മൂലഭാഷയിൽ അങ്ങനെ ആയിരിക്കുമോ എന്ന് ഒന്ന് തപ്പേണ്ടത്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പൊ ഒരു വചനത്തിനെതിരെ 5 വചനങ്ങൾ കയറി വന്നിരിക്കുക. അപ്പോ ഇനി നമുക്ക് അതിന്റെ മൂലഭാഷ ഒന്ന് തപ്പാം ഓൺലൈനിലൂടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വചനം അങ്ങനെയാണോ അല്ലയോ എന്ന്. ഓക്കെ, ഗോ ഹെഡ് വന്നേ. So, dear brothers, if we read further in John chapter 16, we will see other verses again contradicting the original verse in John chapter 14:3. Let me read John chapter 16 verse 26. In that day you will ask in my name, and I do not say to you that I will request of the Father on your behalf. For the Father himself loves you, because you have loved me, and I believe that I came forth from the Father. So in verse 26, this is saying that you will ask the Father in my name, and at that time, not even Jesus himself will ask the Father of us, because Father himself loves us. Because we ask him in Jesus' name, he will do what he will give us what we ask for. So we have seen like 5 verses, 5 or 6 verses that contradicts the original verse in John chapter 14 verse 13. So you can see that the third criteria of interpretation that we discussed is having a problem. It is in such situations that we should go to the
go back to the drawing board and look at the original source verse of the original verse and to confirm whether the translation is correct or not. പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെ ഒരു ദൈവദാസന്റെ സഹായം വേണമെന്ന് നിർബന്ധം ഇല്ല. ഇതാ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ശ്രദ്ധിക്കുക, ഈ കാണിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് അതില് ഇതാ www.bible.com അടിക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. Oh Lord, I love you. തുടർന്ന് ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ബുക്കുകൾ, ബൈബിളിലെ ബുക്കുകൾ കിട്ടും. അതില് ഇതാ യോഹന്നാന്റെ സുവിശേഷം, ജോൺ, അത് ഞാൻ പ്രസ് ചെയ്തു, ജോൺ. ഇനി എനിക്ക് 14-ാം അധ്യായമാണ് വേണ്ടത്. ഇവിടെ താഴെ നമ്മൾ 14-ാം അധ്യായം ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 14-ന്റെ 14, ഞാൻ 14-ന്റെ 14 സെലക്ട് ചെയ്തു. അപ്പോ ഈ ധാരാളം ബൈബിളുകൾ ഇവിടെ വന്നു, ധാരാളം ബൈബിളുകൾ. ഇതെല്ലാം ട്രാൻസ്ലേഷനുകളാണ്. ഇതെപ്പോഴും മനസ്സിലാക്കിക്കോളൂ, ഇതൊക്കെ ട്രാൻസ്ലേഷനുകളാണ്. ഇതിൽ പലരും പല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടേതായ ചിന്താഗതിക്ക് അനുസരിച്ച്. അതിൽ വേർഡ് ടു വേർഡ് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ഉണ്ട്, തോട്ട് ഫോർ തോട്ട് ട്രാൻസ്ലേഷൻ ഉണ്ട്, പാരഫ്രൈസ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇതിന്റെ ഒറിജിനലിലേക്ക് പോവാണ്. ഒറിജിനൽ, അതായത് പഴയ ഉടമ്പടി പുസ്തകം എഴുതിയിരിക്കുന്നത് ഹെബ്രായ ഭാഷയിലും ചില ഭാഗങ്ങൾ ആരാമിക്കിലുമാണ്. എന്നാൽ പുതിയ ഉടമ്പടി ഭാഗം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. കൊയിനിക് ഗ്രീക്ക് എന്ന് പറയുന്ന ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ അതുമായി ബന്ധത്തില് ഇതാ നമ്മള് ഈ ഇവിടെ ABP എന്ന് എഴുതിയേക്കണുണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഇന്റർലീനിയർ ബൈബിള് ഒരു ഗ്രീക്കിൽ നിന്നുള്ള ഇംഗ്ലീഷിലേക്കുള്ള ഒരു ബൈബിൾ കാണാം. അപ്പൊ നമുക്ക് ആ ഗ്രീക്കിൽ ഈ സംഭവം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 14 ഞാനത് പ്രസ് ചെയ്യാണ്. ഞാനത് പ്രസ് ചെയ്തു. ദാ അതിന്റെ ഡീറ്റെയില് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓ ഫാദർ വി താങ്ക് യു. അപ്പോ അതുമായുള്ള ബന്ധത്തില് ഞാൻ ആ വചനം നോക്കാം. ദാ ഈ കാണുന്നതാണ് 14-ന്റെ 1. ഓക്കെ, ഇനി താഴേക്ക് വന്നു 14-ന്റെ 2. നമുക്ക് കാണുന്നത് 14-ന്റെ 14 കാണുന്നത് കേട്ടോ. അപ്പൊ 14-ന്റെ 14 നമ്മൾ വരുമ്പോ ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാ 14-ന്റെ 14. ഈ കഴ്സർ മൂവ് ചെയ്യണ ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി. 14-ന്റെ 14. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അവിടെ എഴുതിയിരിക്കുകയാണ്. ദാ അതിന്റെ ഗ്രീക്ക് ആണ് ഏറ്റവും മുകളിൽ കാണുന്നത്, താഴെയാണ് അതിന് ഇംഗ്ലീഷ്. അതിന്റെ സ്ട്രോങ് റെഫറൻസ് നമ്പർ ആണ് മുകളിൽ കാണുന്നത്. ഇനി നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് 14-ന്റെ 14. ഇഫ് യു ഷുഡ് ആസ്ക് എനിത്തിങ് ഇൻ മൈ നെയിം ഐ ഷാൽ ഡു ഇറ്റ്. ശ്രദ്ധിക്കുക, ഇഫ് യു ഷുഡ് ആസ്ക് എനിത്തിങ് ഇൻ മൈ നെയിം ഐ ഷാൽ ഡു ഇറ്റ്. അപ്പൊ അവിടെ എന്തില്ല? ഇഫ് യു ഷുഡ് ആസ്ക് എനിത്തിങ് ടു മീ ഇൻ മൈ നെയിം, ടു മീ, എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്റെ നാമത്തിൽ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ തരുമെന്നുള്ള അവിടെ ഇല്ല. മനസ്സിലായോ? നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ. അപ്പോ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം, ഇഫ് യു ഷുഡ് ആസ്ക് എനിത്തിങ് ടു മീ ഇൻ മൈ നെയിം എന്നല്ല, ഇൻ മൈ നെയിം ഐ ഷാൽ ഡു ഇറ്റ്. അപ്പോ എന്താ നമ്മളിത് മനസ്സിലാക്കേണ്ടേ? അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് ഭാഷയില്
എന്നോട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നതല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുകയാണ്, ഇഫ് യു ഷുഡ് ആസ്ക് എനിത്തിങ് ഇൻ മൈ നെയിം ഐ ഷാൽ ഡു ഇറ്റ്. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഈ പറഞ്ഞതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിനോട് പ്രാർത്ഥിക്കരുതെന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതിൽ യാതൊരു തെറ്റുമില്ല. നമുക്ക് യേശുവിനെ അറിയുള്ളൂ, യേശുവോട് ചോദിക്കുക. എന്നാൽ യേശുവിനെ നാം അനുഗമിക്കുന്നതോടുകൂടെ നമുക്ക് പിതാവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. നമ്മൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കാൻ തുടങ്ങും. തുടർന്ന് യേശു പറയുന്നു, അങ്ങനെ പിതാവുമായി നിങ്ങൾ എന്നിലൂടെ ഒന്നായാൽ ആ നാളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ പിതാവിനോടായിരിക്കും. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നേരിട്ട് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കും. ഇതാണ് ഞാൻ വിശുദ്ധ ബൈബിളിൽ കണ്ട സത്യം. മോനെ, try to translate. So dear brothers, Pastor the stage we have reached was that in John chapter 14 verse 3 we have verse 13, verse 14 we have like one verse which is contradicting like 5 other verses that we discussed. In such a situation, first we should focus on trying the original of this verse that is contradicting, that is John chapter 14 verse 14. We should try to go to the original source of that verse in order to figure out whether there was a translation error. So, and Pastor has demonstrated the way how we should do it. We can do it without taking help from any servant of God. We can do it ourselves using internet. And the path that Pastor has discussed is first we should go to BibleHub.com, and in the BibleHub.com we can see that there it shows us the link to go to each Bible. So we should choose John chapter 4, book of John. From the book of John we should choose chapter 14, and from the chapter 14 we should use verse 14. So once we have there, we will see many translations for this John chapter 14 itself. So one part we can do is we can look at these translations to see if there is a alternate translation. But and one more step further that we can do is we can go even further into the original source of this text. So dear brothers, remember that the Old Testament is written in Hebrew and some of it in Aramaic, and the New Testament is written in Koine Greek. So since New Testament is written in Koine Greek, once you read John chapter 14 verse 14, you would see that top right there is a link called ABP, and please press that link. If you press that link, you will see you will reach a page where it gives the Greek text on the top, and below the Greek text where it shows the English translation of that text. So such a way of displaying is called the interlinear Bible. And we can see that if we look at this verse that we have, we can see that it starts from the verse 14, from verse 1 onwards, and it goes down. And the verse that we are currently looking at is verse 14. So Pastor, please see the screen. In the screen, we can see that Pastor is showing the verse 14. That is John chapter 14. And here we can see that in one line we can see the Greek words, and below each Greek word, it is also giving the English translation. And if you look at the translation of each Greek word, and above the Greek word, it is showing the Strong's reference number, which kind of gives us the meaning of that word if you go by that link. But below each Greek word, we can see that here the first translation of the first word is if. Translation of the second word is you should ask anything. Third word is in. Fourth word is my name, and fifth word is I, and sixth name is I shall do it. So from just looking at the translation of the words, what comes out is if you should ask anything in my name, I shall do it. So this is if you look at this, we see the glaring disparity with the original translation that we said. Right, the original translation read that if you should ask me anything in my name, I shall do it. But in this, if you look at the word by word translation, there is no if you shall ask me. Instead, it says that if you shall ask in my name, I shall do it. So there is no question of asking Jesus in Jesus' name. It just says if you ask in Jesus' name, he shall do it. So you can see that
this so you can see that that is a translation error, and we can see that the original translation original source does not have asking Jesus in Jesus' name. So just to be clear, dear brothers, this does not mean that we should not praying to Jesus is a sin. If uh, if if a person knows only Jesus, it is recommended that we pray to Jesus. But if you follow Jesus, the Heavenly Father will be revealed to you through Jesus. And through Jesus, we become one with the Father. And at the stage where we become one with the Father through Jesus, our Lord Jesus says that in that day, we ask the Father in Jesus' name, and even Jesus need not recommend to the Father or ask the Father what we ask. The Father Himself will give it to us even before Jesus asked Him, because Father loves us because we ask in Jesus' name, and we are one with the Father through Jesus. ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് ബൈബിളിലെ വചനങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന്. അപ്പോ നമ്മൾ ഇതിന്റെ 3 കാര്യങ്ങൾ ഓൾറെഡി ഇത് മനസ്സിലാക്കി. അതായത് 3 ടേംസ്, ബാക്കി 4ഉം 5ഉം കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് വായിച്ചങ്ങ് വിടുകയാണ്. ഈ പുസ്തകം നിങ്ങൾ കളക്ട് ചെയ്യുക, ഇത് മനസ്സിലാക്കുക. ഇനി ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഈ പുസ്തകം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ഇത് വായിക്കാവുന്നതാണ്. ഇതാ അതിന്റെ 4ാമത്തെ കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ 3ാമത്തതിൽ വെച്ച് ഇതിനെ പിടിച്ചു അല്ലെ? ഈ ട്രാൻസ്ലേഷന്റെ ഇതിനെ 3ാമത്തതിൽ വെച്ച് പിടിച്ചു, 3ാമത്തെ കണ്ടീഷനിൽ വെച്ച് പിടിച്ചു. ഇനി 4ാമത്തേതാണ്. അപ്പോസ്തലന്മാരും ബൈബിളിലെ മറ്റു വ്യക്തികളും ചെയ്ത വചനാടിസ്ഥാനപരമായി എല്ലാ പ്രവൃത്തികളും നമുക്ക് അനുകരിക്കാമെങ്കിലും ആത്യന്തികമായി നമ്മൾ നോക്കേണ്ടത് യേശുവെ മാത്രമാണ്. മനസ്സിലായോ? നമ്മൾ ശ്രദ്ധിച്ചോളാം. ആ അപ്പോസ്തലൻ അങ്ങനെ ചെയ്തില്ല, ഈ അപ്പോസ്തലൻ അങ്ങനെ ചെയ്തില്ലേ, അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അനുകരിക്കാം. പക്ഷെ പൗലോസും ബർന്നബാസുമായിട്ട് ഉഗ്രനടി. അതുകൊണ്ട് ഞാനും കൂട്ടുദേവാസനായിട്ട് ഉഗ്രനടി വേണോ? വേണ്ട. അപ്പോ പൗലോസും ബർന്നബാസും തമ്മിൽ തർക്കം. അപ്പൊ ഞാനും കൂട്ടുദേവാസും തമ്മിൽ തർക്കം വേണ്ട. നമ്മൾ ഇവിടെയൊക്കെ നോക്കേണ്ടത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. ഇതാണ് 4ാമത്തെ കണ്ടീഷൻ. So, dear brothers, this particular verse we caught by going through the 3 conditions in the book that the Father's Business book that the pastor has written. If you are unable to get that book, please visit the website kingdommessages.com, where this book is already uploaded. So here there are 5 conditions given on how to correctly interpret a verse. We caught the issue with that particular translation by going from condition 1 to 3. At condition 3, we were able to catch the issue with this particular translation. Now let's go through the other 2 conditions. These 2 conditions won't be explained in detail here, but it will be just mentioned in passing. The 4th condition is that Jesus is the only infallible model whom we should imitate. Although there are other apostles and all, and we can imitate many good things that they have done, but Jesus is the only infallible model who never made a mistake and whom we should imitate. For example, we see in the Bible that there was a very heated, massive quarrel between Saint Paul and Saint Barnabas. Saint Paul has done quite a lot of things that we can imitate, but that does not mean that because of this quarrel we can imitate. We can also quarrel with our fellow servants of God, because saying that, hey, Saint Paul has given us the model that we can quarrel with. Since he quarreled with Barnabas, we can also quarrel with all the fellow servants of God. That's not something that we should imitate. Only at the end of the day, we should only sure imitation should be from our Lord Jesus Christ. 5ാമത്തെ കണ്ടീഷൻ, അത് ഈ പുസ്തകമായിട്ട് ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം അത് ബൈബിളുമായിട്ട് നമുക്ക് നോക്കാട്ടോ. ഈ പുസ്തകം വായിക്കുമ്പോൾ എവിടെയെങ്കിലും വായനക്കാരുടെ മുന്നറിവ് പ്രകാരമോ പാരമ്പര്യ പ്രകാരമോ ലോകത്തിൽ കേട്ടു പഠിച്ചത് പ്രകാരമോ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയാൽ ഉടനെ നിബന്ധന 1 മുതൽ വായിച്ചു തുടങ്ങുക. എന്താണ് നിബന്ധന 1? ബരോവരുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കുക. അതാണ് അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചുകൊണ്ടിരുന്നു. അതായത് ഒന്നില്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ
പലരും നമുക്കെതിരെ വിരൽ ചൂണ്ടും. ആ വിരൽ ചൂണ്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തളർന്നു പോകുന്നും ചെയ്യരുത്. നേരെ ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരാകുക. ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ പറയുന്നത് തിരുവചനത്തെ അനുസരിച്ചാണോ അല്ലയോ? അനുസരിച്ചാണെങ്കിൽ ഒന്നിലും കുലുങ്ങണ്ട, അനുസരിച്ചല്ല എങ്കിൽ ജീവിതത്തിൽ മാറ്റം വരും. മനസ്സിലായോ? അതാണ് റൂൾ നമ്പർ 1. ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരാകുക. അപ്പോ 1, 2, 3, 4 ആ 4 റൂളും കഴിഞ്ഞിട്ട് 5ാമത്തെ റൂള് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുക. 1ാമത്തെ റൂളുമായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമ്മൾ ഒന്നിലും പതറുകയില്ല. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങളുടെ ഇല്ല എങ്കിൽ ഒരെണ്ണം കളക്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ലോകത്ത് നിങ്ങൾ അവർക്ക് MBBS പഠിപ്പിച്ചു, അല്ലെങ്കിൽ MD പഠിപ്പിച്ചു, വേറെ ഏതെങ്കിലും പഠിപ്പിച്ചാലോ ആ പുസ്തകങ്ങളൊക്കെ കൊടുത്താൽ അതെല്ലാം സെമത്തേരിയോട് തീരും. പക്ഷെ ഇതിലൂടെ സന്ദേശം കിട്ടിയാൽ അത് അവർക്ക് നിത്യം 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 അത് അവർക്ക് ഉപകാരമായി തീരും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഓക്കെ. So, dear brothers, the fifth condition, that is with respect to that book and with respect to other teachings that you receive, is that when you receive a teaching and you feel that this teaching contradicts with the previous teachings, the traditions of your churches, traditions of your ancestors, and the previous teachings, the other teachings that you have received, just go back to step 1. That is, the step 1 is we should be like the Church of Beroa, where we go to the scriptures to confirm every teaching that we receive. And so the step 5 is that if the teachings that we receive is contradicting our previous understanding or the tradition, go back to step 1 and believe based only on the Bible. Don't if everything is clear according to step 1 to 4, go back to step 1. If everything is clear, if the teaching that we receive, the new teaching is correct according to verses 1 to 4, that means that you should not be worried about your traditions or your previous teachings, and instead receive the teaching that is correct according to the Bible. So, dear brothers, in that respect, this book is also highly recommended. If you teach worldly knowledge, that will end with the cemetery. But teaching this knowledge will help a person go beyond this world, live beyond this world. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കാനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കും. അപ്പോ ഇത് വളരെ വ്യക്തതയോടെ നമ്മുടെ വചനത്തിൽ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുമ്പോൾ സ്വർഗീയ പിതാവിനെ റീപ്ലേസ് ചെയ്യുവാൻ ക്രിസ്തു ഉപയോഗിക്കരുത്. എല്ലാവരോടും ഓർപ്പിക്കുകയാണ്, എല്ലാ ദൈവ മക്കളോടും ദൈവദാസന്മാരോടും ഓർപ്പിക്കുകയാണ്. ഇത് എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് സത്യവചനം കൊണ്ട് അവർക്ക് പരിജ്ഞാനം വരുത്തി കൊടുക്കണം. യേശു ക്രിസ്തുവിനെ കൊണ്ട് പിതാവിനെ ഒഴിവാക്കുകയല്ല ക്രിസ്തീയ ശുശ്രൂഷ. യേശു ക്രിസ്തുവിലൂടെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നതാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോ യേശുവിനെ അനുഗമിച്ച് നാം ചെയ്യേണ്ടത്. അപ്പൊ ഈ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളത് അറിയിക്കുമ്പോൾ അനേകർ നിങ്ങളെ എതിർക്കും. വിവചനം പറയുന്നു, ക്രിസ്തയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ആത്മീയ യാത്ര ഇത് ലൈറ്റ് ആയിട്ട് എടുക്കാതെ, ഈ ഭൂമിയിലെ ജീവിതം ഒരു ടെസ്റ്റ് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാഗ്രഹം തീയതാഗ്രഹം അത് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കേണ്ടി വരും. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ, അതായത് ലോ ഓഫ് ദ സ്പിരിറ്റിനാൽ നമ്മൾ ന്യായം വിധിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ജീവിതം കഴിക്കുക. ആരോടും അടിപിടി ഒന്നും ഉണ്ടാക്കാതെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിന്, സ്വർഗസ്ഥ പിതാവോടുകൂടിയുള്ള ജീവിതത്തിന് ക്രിസ്തുവിലൂടെ നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് ആ സ്വർഗീയ പിതാവിൽ ഒന്നാകുവാൻ, ഒരു കുടുംബമാകുവാൻ ക്രിസ്തുവെ അനുസരിച്ച് അനുഗമിച്ച് നമുക്ക് യാത്രയാകാം നമ്മുടെ കർത്താവായ യേശുവിന്റെ പിന്നാലെ. നമുക്ക് പ്രാർത്ഥിക്കാം. So, dear brothers, to conclude, it is not a sin to pray to Lord Jesus, but the path that the Lord Jesus has recommended
is that we should pray to the Father through Lord Jesus. And and remember, it is very evil to try to replace the Father through Lord Jesus, using Lord Jesus. We should be reaching the Father through Lord Jesus, and we should not try to replace the Father through Lord Jesus. So, dear brothers, if anyone, as the Bible says, indeed all who desire to be called in Christ Jesus will be persecuted by you, but evil men and impostors will proceed from back to us, receiving and being received. So when people come and persecute you or try to oppose you, try to enlighten them using the word of God. Don't try to quarrel with them. Remember, our purpose is to follow the law of the Spirit, walk according to the law of the Spirit, and through Jesus, follow Jesus, and through Jesus reach the Father and become part of God's reach the Father and be members of God's family, and become confirmed as members of God's family. So we should focus on that and try not to quarrel. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ടത് എന്ന് അങ്ങയുടെ മക്കളാന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവിഷ്ടം എന്താണെന്ന് ആദ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരണമെന്നും, വചനം പഠിക്കുന്നതിന്റെ ഉദ്ദേശം രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ വേണ്ടിയാണ് എന്നും, ഞാൻ കേമനാകാനോ ഒരു ഡിനോമിനേഷൻ സ്ഥാപിക്കാനോ ഞാൻ പറഞ്ഞത് ശരിയെന്ന് സ്ഥാപിക്കാനോ അല്ല, പകരം ഞങ്ങൾ ഓരോരുത്തരും രക്ഷയ്ക്ക് ജ്ഞാനിയായി അങ്ങ് ഞങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹിക്കുന്ന ദൈവിഷ്ടത്തിലേക്ക് എത്തിച്ചേരാനാണ് വചനം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നതിനായി നന്ദി. അതിന്റെ മെത്തേഡുകൾ 5 സ്റ്റെപ്പുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ. എപ്പോഴും പെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായി ആ വചനം അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ നോക്കി ഉറപ്പിക്കണം. 2, ഇത് മനുഷ്യനാൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ട്രാൻസ്ലേഷനുകളാണ് പല ഭാഷകളായി ബൈബിളായി ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നതെന്നും, അവിടെ ദൈവം മാത്രമാണ് സത്യവാൻ, മനുഷ്യർ പലരും ബോഷ്ക്ക് പറയുന്നതേ വരൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്. 3, ഒരു വചനത്തെ എതിർക്കുന്ന മറ്റു വചനങ്ങൾ ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് എടുക്കരുതെന്നും അതിനെ പരിശോധിക്കണമെന്നും, ബൈബിളിൽ 2 or 3 പേരുടെ സാക്ഷ്യമൊഴിയാൽ മാത്രമേ ഏതൊരു കാര്യം ഉറപ്പിക്കാം എന്നും, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുമ്പോൾ അതിൽ ശത്രുക്കളെ അല്ല കാണുന്നത്, അതിൽ ഇണയെ കാണുകയുള്ളൂ എന്നും അങ്ങ് പറഞ്ഞു തന്നതിനായി നന്ദി. 4, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പസ്തോലന്മാരും ബൈബിളിലെ പ്രവാചകന്മാരും ഒക്കെ ചെയ്ത പ്രവൃത്തികളെ ഒക്കെ ഞങ്ങൾക്ക് അനുകരിക്കാമെങ്കിലും ആത്യന്തികമായി ഞങ്ങൾ നോക്കേണ്ടത് വിശ്വാസ നായകനും പൂർത്തിവർദ്ധനുമായ യേശുവെയാണെന്ന് ഞങ്ങൾ കേട്ടു. 4, ഞങ്ങൾ കേട്ടത് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ തെറ്റാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, വായിച്ച തെറ്റാണെന്ന് തോന്നുന്നുവെങ്കിൽ, ഉടനെ റൂൾ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യുക. ബരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കുക. കേട്ടത്, മറ്റുള്ളവർ പറഞ്ഞത്, അത് തിരുവെഴുത്തിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ കാര്യങ്ങൾക്കായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി, ക്രിസ്തുവെ ഞങ്ങൾക്ക് നൽകിയത് ക്രിസ്തുവിലൂടെ അങ്ങേ അടുക്കൽ എത്തുവാനാണ് എന്ന്. എന്നാൽ പിശാചിക തന്ത്രത്തിലൂടെ ക്രിസ്തുവെ കൊണ്ട് അങ്ങേ ഒഴിവാക്കുന്ന, ദൈവ കുടുംബത്തെ ബലഹീനമാക്കുന്ന, സഭയെ ബലഹീനമാക്കുന്ന, കുടുംബത്തിലെ ബലവാനെ ഒഴിവാക്കുന്ന ആ തന്ത്രം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചറിയാൻ കഴിയാതെ ഇതാ ഞങ്ങളുടെ പാട്ടുപുസ്തകത്തിൽ നിന്ന് പിതാവ് ഒഴിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ഗ്രീറ്റിംഗ്സിൽ നിന്ന് പിതാവ് ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്, പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ, പണത്തെയോ ഡിനോമിനേഷനെയോ പ്രസംഗത്തിനുള്ള അവസരത്തെയോ സപ്പോർട്ടിനെയോ ഒന്നും നോക്കാതെ ക്രിസ്തുവിന്റെ പുറകെ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ബലം തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം
അനുഗ്രഹീതരായി നിലകൊള്ളുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഈ ശുശ്രൂഷ ഇപ്പോഴും തുടർന്ന് അനുഭവിക്കുന്ന എല്ലാവരും ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായി ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങയുടെ കരം കുഞ്ഞുങ്ങളോട് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ നാട്ടിൽ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കുന്നു. രോഗികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർപ്പിക്കുന്നു. യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ, പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുവാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ അടിപ്പുണരാനുള്ള സൗഖ്യം ഈ മക്കൾ പ്രാപിക്കട്ടെ. സർവമഹത്വം പിതാവേ, ഞങ്ങൾ അംഗീകരിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത മനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ കരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യം ഈ സന്ദേശത്തിന്റെ താഴെ എന്ത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം അത് നിങ്ങൾ രേഖപ്പെടുത്തണം. അത് ദൈവത്തോടുള്ള നന്ദിയുടെ ഒരു ഭാഗമാണ്. മറ്റ് സഹോദരങ്ങൾ നിങ്ങളുടെ കമന്റുകൾ കൂടി കേട്ടിട്ടാണ് അവരും ഇത് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എഴുതാൻ അറിയാൻ പാടാത്തവർ എഴുതാൻ പഠിക്കുക. സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് കർത്താവ് വന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അപ്പോ അസത്യത്തിന് സാക്ഷി നിൽക്കാൻ പിശാചിന്റെ ആളുകൾ ധാരാളം ഉള്ളപ്പോൾ ദൈവത്തിന്റെ മക്കൾ മിണ്ടാതിരിക്കരുത്. ദൈവത്തിന്റെ മക്കൾ സത്യത്തിന് സാക്ഷി നൽകുക. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.